ചില സമയങ്ങളിൽ നമുക്ക് മഴനെ വെറുക്കാൻ തോന്നും ഗൈസ്. അങ്ങനെ ഒരു ദിവസമായിരുന്നു ഇന്ന്. കാരണം രാവിലെ എണീറ്റത് മുതൽ മഴയായിരുന്നു. മഴൻ്റെ ഈ സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ എണീച്ചപ്പോൾ തന്നെ വളരെ സങ്കടമായിരുന്നു. പിന്നെ പോയി ഫ്രഷപ്പ് ആയിട്ട് വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇന്ന് വർക്ക് ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് വർക്കിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കോട്ടിടണ്ട വിചാരിച്ചു, പക്ഷേ അത്യാവശ്യം നല്ല മഴച്ചാറ്റിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കോട്ടിട്ടിട്ട് റൂട്ടിലൂടെ അങ്ങനെ നടന്നു പോവുകയാണ് ഗൈസ്. അങ്ങനെ എൻ്റെ ഭാഗ്യം കൊണ്ട് എന്തോ ഞാൻ കോട്ടിട്ട് പകുതി നടന്നു പോയത് മഴയിൽ നിന്ന് ഗൈസ്. മാനം തെളിഞ്ഞ് വരാൻ തുടങ്ങി, പക്ഷെ എന്നാലും ഒരു മൂടലുണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്കൊക്കെ അത്യാവശ്യം നല്ല ചളിയും വെള്ളവും അങ്ങനത്തെ ഉള്ളൊരവസ്ഥയായിരുന്നു. പിന്നെ വർക്കിന് പോയി കയറി കുറച്ച് കഴിഞ്ഞത് എനിക്ക് ചായ കുടിക്കാൻ തോന്നി. പിന്നെ ചായയും ഒരു ഉഴുന്നുവടയും കഴിച്ചു. പിന്നെ വർക്ക് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വൈകുന്നേരം സമയമായപ്പോൾ ഞാൻ ഇറങ്ങാനുള്ള ടൈമായി ഗൈസ്. അപ്പോൾ നോക്കുന്ന സമയത്ത് വീണ്ടും സെയിം, അതായത് ഓൾറെഡി ഒരു മഴ വന്ന് പോയി കഴിഞ്ഞു. പിന്നെ അടുത്ത മഴയ്ക്കുള്ള കാത്തിരിപ്പാണ്. അങ്ങനെ പോകുന്ന വഴിയൊക്കെ ശരിക്കും കുണ്ടും കുഴിയും, അതായത് നമ്മുടെ കഞ്ചിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയസാണ്. അത്യാവശ്യം നല്ല റോഡ് ഭയങ്കര മോശമായിരുന്നു ഗൈസ്. അത്യാവശ്യം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഇതൊരു ശനിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം ചന്ത കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ബ്ലോക്കായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു. അത് വാങ്ങിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകുന്ന സമയത്ത് വേറൊരു കടയിൽ, നമ്മൾ സ്ഥിരം കയറുന്ന കടയിലും കയറാനുണ്ടായിരുന്നു. കയറി നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്ലൈമറ്റ്, അടിപൊളി ക്ലൈമറ്റ് വേറെ ലെവലായിരുന്നു സത്യത്തിൽ പറയാം. അങ്ങനെ വീടെത്തി. ഇവിടെ നിന്നാളൊരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിനായിട്ടുള്ളവരെല്ലാവരും പ്രിപ്പറേഷനിലാണ്. പിന്നെ അങ്ങനെ മേമയുടെ മകൻ വന്നു. ഇവനാണ് ഞങ്ങളുടെ മുത്തെന്ന് പറയാം. എന്ത് സാധനങ്ങളും എല്ലായിടത്തേക്കും ഡെലിവറി ചെയ്യുന്ന ഒരാളാണെന്ന് പറയാം. വീട്ടിലുള്ള ഫുൾ പച്ചക്കറികളും ഇവിടത്തേക്ക് വാരിയിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അതിനുശേഷം കുറച്ച് പൂവുണ്ടായിരുന്നു. പൂ കെട്ടി കൊടുക്കാമെന്ന് വർക്ക് കഴിഞ്ഞ് വന്നത്. പിന്നെ ചായ പോലും കുടിക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ പൂവൊക്കെ കെട്ടിയിട്ട് കഴിഞ്ഞ് ഫ്രഷപ്പായിട്ട് വന്ന ശേഷമാണ് ഞാൻ ചായയും ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബാക്കി വീഡിയോ ഉടനെ വരുന്നതായിരിക്കും ഗൈസ്.